ഹലോ. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇങ്ങ് വന്നെത്തി. ഇനിയിപ്പോൾ എല്ലാവരുടെ ഓഫീസിലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഓണപ്പരിപാടികളും സെലിബ്രേഷൻസും ഓണപ്പൂക്കളും അങ്ങനെ ഒരുപാട് പരിപാടീസ് ഉണ്ടാകും. സോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഇന്നായിരുന്നു ഓണം സെലിബ്രേഷൻ. അപ്പോൾ ആളൊരു ചെറിയ കലാകാരനും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണപ്പൂക്കളം ഇടുന്നതിൻ്റെ മെയിൻ ആളെന്ന് പറയുന്നത് ഉണ്ണിയാണ്. അപ്പോൾ ഉണ്ണി ഇന്ന് ഓഫീസിലിട്ട ഓണപ്പൂക്കളം അതെങ്ങനെയാണ് മേക്കിങ്, ആ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. കറക്റ്റ് 10 മണിക്ക് തന്നെ പരിപാടി തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പേ പൂക്കളം ഫിനിഷ് ചെയ്യണമായിരുന്നു. അപ്പോൾ അധികം സ്റ്റാഫുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിട്ട് തുടങ്ങിയപ്പോൾ. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും അത്ര ആൾക്കാരില്ലായിരുന്നു. 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഫോൺ അവിടെ ചാരി വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് അതിൻ്റേതായ അപാകത വീഡിയോയിലുണ്ട്. എന്നാലും നമുക്കൊന്ന് ഫൈനൽ ലുക്ക് വരെ കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. ആൾ വീട്ടിലാണെങ്കിലും പെർഫെക്ഷൻ അറ്റത്ത് വേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യം ചെയ്താലും അതിൽ ഓരോ ഭാഗവും ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകത്തുള്ളൂ. ഇത്തവണ ഉണ്ണിയുടെ ഐഡിയ എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ രൂപത്തിലുള്ളൊരു പൂക്കളായിരുന്നു. ആദ്യത്തെ വർഷം ചെയ്തത് മയിലിൻ്റെ രൂപത്തിലും രണ്ടാമത്തെ വർഷം കഥകളിയുടെ രൂപം, അങ്ങനെ ഡിഫറെൻറ്റ് ഐഡിയാസ് പരീക്ഷിച്ചായിരുന്നു. ഇത്തവണ ആൾക്ക് തെയ്യം വരയ്ക്കണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ അകത്ത് തെയ്യവും ബാക്കി പൂക്കളും വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇന്നർ പോർഷൻ ഫില്ല് ചെയ്യാൻ രംഗോലിക്ക് യൂസ് ചെയ്യുന്ന പൊടി അതാകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു. അതും പുറത്ത് ബാക്കി ഫ്ലവേഴ്സ് വെച്ചിട്ടുമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളങ്ങനെ റെഗുലറായിട്ട് പടം വരയ്ക്കുകയോ അങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. ഇങ്ങനത്തെ എന്തെങ്കിലും പർട്ടിക്കുലർ ഇവൻറ്റ്സും കാര്യങ്ങളും വരുമ്പോൾ മാത്രമാണ് ചെയ്യുന്നത്. തെയ്യത്തിൻ്റെ ഫേസ് പാർട്ട് പൊടി വെച്ച് ചെയ്തതുകൊണ്ട് അതിൻ്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഐഭാഗമൊക്കെ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫേസ് പാർട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും ഓഫീസിലെ സ്റ്റാഫെല്ലാം വരാൻ തുടങ്ങി. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. സ്റ്റാഫുകളെല്ലാം വന്നപ്പോൾ തന്നെ പിന്നെ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് കുറച്ച് പേര് പൂവൊരുക്കുകയും ബാക്കിയുള്ളവർ പൂവിടുകയും ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എഫേർട്ട് എടുത്തൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയാണെന്ന് എല്ലാവരും പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നൊക്കെ പറയണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.